ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗോകുൽ രാജീവിൻ്റെ ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി അവിടെ ഇരുത്തുന്നുണ്ട്. ഗോകുലിന് സമൃദ്ധയോടുള്ള സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ രാജീവ്. താനൊന്ന് വീണു പോയപ്പോൾ ഇവർ മാത്രമേ കൂടെയുള്ളൂ എന്നും രാജീവ് മനസ്സിലാക്കുന്നു. രാജീവ് ഇപ്പോൾ അതൊക്കെ ഓർത്ത് കരയുകയാണ്. അങ്ങനെ രാജീവ് പതിയെ കൈയൊക്കെ എടുത്ത് കണ്ണീര് തുടയ്ക്കുന്നുണ്ട്. ശേഷം സമയം രാത്രിയായിട്ടുണ്ട്. സന്ദീപിനെ കാത്തിരിക്കുന്നുണ്ട് ആതിരയും എല്ലാവരും. അവരെല്ലാവരും തന്നെ ഫോൺ മാറി മാറി വിളിക്കുന്നുണ്ട്. എന്നാൽ സന്ദീപ് ഫോൺ കട്ടാക്കുകയാണ്. സന്ദീപാണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ ഇങ്ങനെ ആടി ഉലഞ്ഞ് നടന്നു വരുന്നുണ്ട് റോഡിൽ കൂടി. നേരെ ഒന്ന് നടക്കാൻ പോലും സന്ദീപിന് കഴിയുന്നില്ല. സച്ചി വന്ന സമയം ഇപ്പോൾ കമല പറയുന്നുണ്ട് സച്ചിയോട്, സന്ദീപ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറയുന്നു. ഫോൺ വിളിച്ച് നോക്കിയില്ലേന്ന് സച്ചി ചോദിക്കുമ്പോൾ, വിളിച്ചു പക്ഷേ എടുക്കുന്നില്ല എന്ന് അവർ പറയുന്നു. എല്ലാത്തിനും കാരണം ഞാനാണ് എന്ന് ആതിര ഇങ്ങനെ കരഞ്ഞു പറയുമ്പോൾ, നീ സമാധാനിക്കും, നിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യൂ എന്ന് സച്ചി പറഞ്ഞ ആതിരയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് ആതിര പറയുമ്പോൾ സച്ചിയും ഇപ്പോൾ സന്ദീപിനെ വിളിച്ചു നോക്കുന്നുണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്ന് ഒരാപത്തിനും ചെന്ന് പെടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് സച്ചി പറയുന്നു. സോറി, കമലയാണത് പറയുന്നത്. അങ്ങനെ സന്ദീപിനെയാണ് കാണിക്കുന്നത്. സന്ദീപ് ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുമ്പോൾ ഒരു വണ്ടിയുടെ മുന്നിൽ ചെന്ന് വീഴുന്നുണ്ട് സന്ദീപ്. അതിലൊരു ഭാര്യയും ഭർത്താവുമാണ് ഉണ്ടായിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് സന്ദീപിന് ഒന്നും തന്നെ പറ്റുന്നില്ല. സന്ദീപാണെങ്കിൽ ആ വണ്ടിയിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ട്. എന്താടാ ഇത് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോടാ എന്നിങ്ങനെ സന്ദീപ് പറയുന്നു. അങ്ങനെ ഇത് സന്ദീപല്ലേ എന്നിങ്ങനെ അയാൾക്ക് മനസ്സിലാവുകയാണ് സന്ദീപാണെന്നത്. ഏത് സന്ദീപ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചിയുടെ അനിയനാണെന്ന് പറയുകയാണ് അയാൾ അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി സന്ദീപിനെ ചെന്ന് പിടിക്കുന്നുണ്ട്. സന്ദീപ്, എന്ത് കോലമാടാ ഇത്, ഞാൻ ഹരിയാണ്, സച്ചിയുടെ ഫ്രണ്ട് എന്നൊക്കെ സന്ദീപിനോട് പറയുന്നുണ്ട് അയാൾ. മാറി നിൽക്കടാ അങ്ങോട്ട്, എന്നോട് അയാളുടെ കാര്യം പറഞ്ഞു പോരുത്, അയാൾ ഒറ്റൊരുത്തനാണ് ഇതെല്ലാം നശിപ്പിച്ചത് എന്ന് സന്ദീപ് പറയുന്നു. ഈ സമയം കുറച്ച് മാറി ഒരു കാർ അവിടെ വന്ന് നിർത്തുന്നുണ്ട്. അങ്ങനെ വീണ്ടും സന്ദീപ് ഹരിയോട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ സച്ചി, അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ കരകയറിയേനെ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇതിനോടകം തിരിച്ചു പിടിക്കാമായിരുന്നു. പക്ഷെ അങ്ങേർക്ക് അതിനൊന്നും സമയമില്ലല്ലോ. കാരണം കാണാതെ പോയ പെണ്ണുമ്പിള്ളയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇത്ര നാളായിട്ട് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഇത് കേട്ട് ഹരി പറയുന്നുണ്ട്, താനിങ്ങി വന്നേ, തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഒന്ന് പോടാ അവിടുന്ന്. വീടോ? ഏത് വീട്? എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്നതാണ് ഞങ്ങൾ. ഇപ്പോൾ തെരുവിൽ കിടക്കുന്നതിനേക്കാൾ കഷ്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ സന്ദീപ് പറയുന്നു. താനിങ്ങനെ പോയാൽ എവിടെയെങ്കിലും വീഴും എന്ന് ഹരി പറയുമ്പോൾ, വീണാൽ വീഴട്ടെ, എൻ്റെ വീട്ടുകാർക്കില്ലാത്ത ദണ്ണം നിനക്കെന്തിനാ എന്ന് സന്ദീപ് ഹരിയോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം ഹരിയുടെ ഭാര്യ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട്, ഹരി വാ നമുക്ക് പോകാമെന്ന് പറയുന്നു. ഒന്ന് പോയേ എന്നൊക്കെ സന്ദീപും ഹരിയോട് പറയുന്നു. ഉടനെ ഹരിയുടെ ഭാര്യ ഹരിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അയാൾക്ക് ബോധം വരുമ്പോൾ അയാൾ എഴുന്നേറ്റ് പോയിക്കോളും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. നേരത്തെ അവിടെ നിന്നും സന്ദീപിനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾ മറ്റാരും ആയിരുന്നില്ല, അത് മൂർത്തിയായിരുന്നു. മൂർത്തി കാറും കൊണ്ട് സന്ദീപിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ്. സന്ദീപ് അങ്ങനെ നടന്നു പോകുന്നത് കാറിൽ നിന്നും ഇറങ്ങി മൂർത്തി നോക്കുന്നുണ്ട്. സന്ദീപ് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ അവിടെ റോഡിൽ വീണ് കിടക്കുകയാണ്. അങ്ങനെ മൂർത്തി സന്ദീപിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് മൂർത്തി ചുറ്റിനും നോക്കുന്നുണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് മൂർത്തി ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അവന്തിക ഇപ്പോൾ എവിടെയോ പോയിട്ട് പുറത്ത് പോയിട്ട് കാറിൽ നിന്നും വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, മൂർത്തി എന്താ ഈ സമയത്ത് ഇവിടെ എന്ന്. ഉടനെ മൂർത്തി പറയുന്നുണ്ട്, കാര്യമുണ്ട് മാഡം, കാണാൻ പോകുന്ന കാഴ്ച പറഞ്ഞറിയിക്കണ്ടല്ലോ, ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞ മൂർത്തി ഇപ്പോൾ അകത്തേക്ക് അവന്തികയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവന്തികയെ നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, സന്ദീപായിരുന്നു. മൂർത്തി സന്ദീപിനെയും കൊണ്ട് അങ്ങോട്ടേക്കാണ് ചെന്നത്. സന്ദീപിനാണെങ്കിൽ ഇപ്പോഴും ബോധമില്ല. അങ്ങനെ കട്ടിൽ കിടത്തിയിരിക്കുകയാണ് സന്ദീപിനെ. ഇവനെ എവിടെ നിന്ന് കിട്ടി എന്ന് അവന്തിക മൂർത്തിയോട് ചോദിക്കുന്നുണ്ട്. അടിച്ച് ഓഫായി റോഡിൽ കിടക്കുകയായിരുന്നു എന്ന് മൂർത്തി പറയുന്നു. കഷ്ടം, ഇപ്പോൾ ഈ അവസ്ഥയായോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. അവനെ വീട്ടിൽ കയറ്റാതായെന്നാണ് തോന്നുന്നത് എന്ന് മൂർത്തി അവന്തികയോടായി പറയുന്നു. നന്നായി, ഇവനിവിടെ കിടക്കട്ടെ, ഇവനാണ് ആയുധം, നമുക്ക് ഇവനെ വെച്ച് വേണം ഒരു കളി കളിക്കാൻ എന്ന് അവന്തിക പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചിയെയും ആരതിയുമാണ് കാണിക്കുന്നത്. അവർ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഇന്ന് ഒരു ദിവസം ഹോട്ടലിൽ തങ്ങുന്ന കാര്യവും പറയുന്നുണ്ട്. ഷാഹിദ വക്കീൽ എന്ന് പറയുന്ന ആളായിരുന്നു അത് വാദിച്ചിരുന്നത് എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഇത് കേട്ട് ഇപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്,
ഹോട്ടലിലോ അർച്ചനയല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. കേസ് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി തിരക്കുന്നുണ്ട്. ഉടനെ ആരതി പറയുന്നുണ്ട്, ഇത് ഷാഹിദ മാഡം എന്നെ നിർബന്ധിച്ചേൽപ്പിച്ച ഒരു കേസാണ്. അങ്ങനെ സച്ചി അർച്ചനയുമായി ഹോട്ടലിൽ താമസിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരതിയോട് പറയുകയാണ്. ആരതി അത് വളരെ ആകാംക്ഷാപൂർവ്വം കേൾക്കുന്നുണ്ട്. അർച്ചനയുമായിട്ടുള്ള ഓരോ നിമിഷങ്ങൾ പോലും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി ആരതിയോട് പറയുകയാണ്. ഇങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? സച്ചിയുടെ ഓരോ ഓർമ്മയിലും ഇപ്പോഴും അർച്ചന ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആരതി. തുടർന്ന് ശോഭനയാണ് കാണിക്കുന്നത്. ശോഭന അവിടെ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്കൊരു കാർ വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവന്തികയായിരുന്നു. മോളെന്തോ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നത് എന്ന് ശോഭന ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാനിതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്ന് അവന്തിക പറയുന്നു. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇത് കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, ആഹാ, ഇതൊരു സർപ്രൈസ് വിസിറ്റ് ആണല്ലോ എന്ന്. ഞാൻ ഇതുവഴി പോയപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് കയറുന്നത് ഒരു സന്തോഷമല്ലേ? നിങ്ങളെയൊക്കെ കാണുന്നത് ഒരു സന്തോഷമാണ്. സമൃദ്ധ പുറത്തേക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക. എന്തായാലും അവന്തികയ്ക്ക് ഇവിടെ വരെ വരാൻ തോന്നിയില്ല, അത് നന്നായി എന്ന് അർച്ചന പറയുന്നു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, രാജീവൻ എങ്ങനെയുണ്ട് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, പഴയതുപോലെയൊക്കെ തന്നെ, കുറച്ച് വ്യത്യാസം, അത്രമാത്രം. ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറ്റിയില്ല എന്ന് അവന്തിക പറയുമ്പോൾ അതിനെന്താ, ഇപ്പോൾ കാണാമല്ലോ എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ അവന്തികയെ വിളിച്ചുകൊണ്ട് അർച്ചന രാജീവിനെ കാണാനായി പോകുന്നുണ്ട്. ചെറിയൊരു സംശയത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നുണ്ട് ശോഭന. തുടർന്ന് കാണിക്കുന്നത് ആരതിയും സച്ചിയുമാണ്. അവരങ്ങനെ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. ഹോട്ടൽ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. ഹോട്ടലിൽ വേറെ കൺവെൻഷൻ നടക്കുന്നത് കാരണം ഒരു റൂം മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. വേറെ റൂമൊന്നും ഇല്ലെന്ന് അവിടെ റിസപ്ഷനിസ്റ്റ് പറയുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ ഒരു റൂമിൽ കഴിയുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ടെൻഷനൊക്കെ സച്ചിക്കുണ്ട്. അങ്ങനെ രണ്ടുപേരും റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. സച്ചി ആ ബാഗും പിടിച്ച് റൂമിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ആ ബാഗ് എവിടെങ്ങാനും വെക്കുക എന്ന് പറഞ്ഞ് ആരതി സച്ചിയുടെ ബാഗ് മേടിച്ച് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ വേറെ എവിടെയെങ്കിലും റൂം കിട്ടുമോ നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി നോക്കാം, അല്ലെങ്കിൽ റൂം കിട്ടിയില്ലെങ്കിൽ ഞാൻ താഴെ പോയി കാറിൽ കിടന്നോളാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രണ്ടുപേര് ഒരു ദിവസം ഒരു രാത്രി റൂം ഷെയർ ചെയ്തെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴുമോ എന്ന് നോക്കാമല്ലോ. ഒന്ന് റിലാക്സ് ആകേണ്ട സച്ചി എന്ന് പറഞ്ഞ് ആരതി സച്ചി അവിടെ പിടിച്ചിരുത്തുകയാണ്. സച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നും ആരതി തിരക്കുന്നുണ്ട്. വേണ്ട എന്ന് പറയുകയാണ് സച്ചി. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പോൾ ആരതി പറയുന്നുണ്ട്, എന്തായാലും സച്ചി ഇവിടെ ഇരിക്കും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്ത് ബാത്റൂമിലേക്ക് പോവുകയാണ് ആരതി. ശേഷം ഇപ്പോൾ രാജീവിനെയാണ് കാണിക്കുന്നത്. രാജീവിനെ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു അവന്തിക അവിടേക്ക് വന്നിരിക്കുന്നത്. അവിടേക്ക് അവർ ചെല്ലുമ്പോൾ രാജീവ് നല്ല ഉറക്കത്തിലായിരുന്നു. രാജീവേ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട് അർച്ചന. അങ്ങനെ രാജീവ് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നിൽക്കുന്നത് അവന്തികയാണ്. ഒരു ഞെട്ടലോടെ തന്നെയാണ് അവന്തികയെ രാജീവ് കാണുന്നത്. അവന്തിക വളരെയധികം സന്തോഷത്തോടെ തന്നെ രാജീവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എഴുന്നേക്ക് എന്ന് പറഞ്ഞ് രാജീവിനെ പിടിച്ച് കട്ടിലേക്ക് ഇങ്ങനെ ചാരി ഇരുത്തുകയാണ് അർച്ചന. രാജീവിന് ഇത് ആരെന്ന് മനസ്സിലായോ? രാജീവിന് അവന്തിക്ക് പരിചയമുണ്ടോ എന്നിങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. സൂക്ഷിക്കണം എന്നിങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ, അതായത് രാജീവിന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ പറയുന്നത് കാരണം തന്നെ അർച്ചനയ്ക്ക് അതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് കേട്ട് അവന്തികയുടെ മുഖമാകെ മാറുന്നുണ്ട്. ഒരു ടെൻഷനോടെ തന്നെ നിൽക്കുന്നുണ്ട് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.